ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് കറണ്ട് അഫയേഴ്സിലെയും വേൾഡ് ജോഗ്രഫിയിലെയും പ്രധാന കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നത് തലേ ദിവസമാണ്, അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും കറണ്ട് അഫയേഴ്സൊക്കെ കിട്ടുക. ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി നോക്കാം. എന്നാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2026 ജൂലൈയിലെ യുക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ നിയമിതനായത് ആര്? സെർക്കി കൊറസ്കി. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അഫയേഴ്സിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ പോഷക തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുകയും പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുകയും കൃഷിയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുകയും എന്നീ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. കുറച്ച് നീളമുള്ളൊരു പേരാണ്, അപ്പോൾ നമുക്ക് പേര് നോക്കാം. കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും. ഇതാണ് പദ്ധതിയുടെ പേര്. അടുത്തത് മൂന്നാമത്തത്, 2026 ജൂലൈയിൽ അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ആര്? സർ ഗാരി സോബേഴ്സ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ നോക്കുക. പ്രതിസന്ധി നേരിടുന്ന കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കുടുംബശ്രീ സംസ്ഥാന മിഷൻ ആരംഭിച്ച സമഗ്ര സംസ്ഥാനതല ക്യാമ്പയിൻ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് പൊൻജ്വാല. ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് വഴികളൊക്കെ പറഞ്ഞ് നമുക്ക് ആൻസറൊക്കെ നല്ല രീതിയിൽ ഓർമ്മ വരുന്നൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അടിയന്തര പ്രതികരണ പദ്ധതി ഏത്? വലിയ പേരുകൾ പഠിക്കാനുള്ള ട്രിക്കുകൾ നോക്കാം. പേരുകളെ ചെറിയ കോഡുകളാക്കുക, കഥയുമായി ബന്ധിപ്പിക്കുക, മനസ്സിലെ ചിത്രം സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ പഠിച്ചു നോക്കും, നല്ല രീതിയിൽ ഓർമ്മ നിൽക്കും. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ടോപ്പിക് ക്ലാസ് ആണ് നോക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡിഗ്രി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും റാങ്ക് ഫയലാണ്. ഇത് 10th ലെവലിലുള്ളവർക്കും +2 ലെവലിലുള്ളവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു റാങ്ക് ഫയലാണ്. ആദ്യം തന്നെ ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വസ്തുതകൾ. ആദ്യം തന്നെ ജോഗ്രഫീനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താണ് ജോഗ്രഫി? ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെയും ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജിയോഗ്രഫി. ജിയോഗ്രഫി എന്ന പദം ഉത്ഭവിച്ച ഭാഷയാണ് ഗ്രീക്ക്. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫേസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം വരുന്നത്. ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോത്താനിസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലെയും അതിലെ വസ്തുക്കളുടെയും രാസപരമായിട്ടുള്ള മാറ്റങ്ങളും ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഈ ജോഗ്രഫി എന്നുള്ള വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ടാണ് ജോഗ്രഫീനെ മാറ്റിയിട്ടുള്ളത്, ജിയോ എന്നും ഗ്രാഫിയ എന്നും. ജിയോ എന്നാൽ ഭൂമിയും ഗ്രാഫിയ എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം വരുന്നത്. 276 194 BC ഗ്രീക്ക് പണ്ഡിതനെ ഈ ഭൂമിശാസ്ത്രം എന്ന പേര് കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്തത് ഭൂമിശാസ്ത്ര സമീപനങ്ങൾ. ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ 2 പ്രധാന സമീപന രീതികളാണുള്ളത്. വ്യവസ്ഥാപിത സമീപനം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, മേഖലാ സമീപനം അല്ലെങ്കിൽ റീജിയണൽ അപ്രോച്ച്. ആദ്യത്തേത് വ്യവസ്ഥാപിത സമീപനം. സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്താ നോക്കാം. പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപനമാണ് വ്യവസ്ഥാപിത സമീപനം. ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വൺ ഹംബോൾട്ടാണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ പ്രതിഭാസത്തിൻ്റെയും ആഗോളതലത്തിൽ പഠിക്കുകയും അതിൻ്റെ വ്യവസ്ഥകളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യവസ്ഥാപിത സമീപനം ഉള്ളത്. ഇനി ഇതിൻ്റെ ഭൂമിശാസ്ത്ര ശാഖകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും ജൈവ ഭൂമിശാസ്ത്രവുമായിട്ടുള്ള 3 തരം ശാസ്ത്രശാഖകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഭൗതിക ഭൂമിശാസ്ത്രം. ഫിസിക്കൽ ജോഗ്രഫിയിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഭൂരൂപീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ജിയോമോർഫോളജി, കാലാവസ്ഥാ ശാസ്ത്രം ക്ലൈമറ്റോളജി, ജലശാസ്ത്രം ഹൈഡ്രോളജി, മണ്ണ് ശാസ്ത്രം സോയിൽ ജിയോഗ്രഫി, ജനസംഖ്യ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും, പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ജിയോഗ്രഫി, സാമ്പത്തിക ഭൂമിശാസ്ത്രം എക്കണോമിക് ജിയോഗ്രഫി, ചരിത്ര ഭൂമിശാസ്ത്രം ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം പൊളിറ്റിക്കൽ ജിയോഗ്രഫി. അടുത്തത് ജൈവ ഭൂമിശാസ്ത്രം ബയോജിയോഗ്രഫി. ഭൗതിക ശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ ഫലമായി
വികാസം പ്രാപിച്ചതാണ് ജൈവ ഭൂമിശാസ്ത്രം. അതായത് ഭൗതിക ഭൂമിശാസ്ത്രത്തിൻ്റെയും മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെയും തമ്മിലുള്ള ബന്ധമാണ് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ 3 കാര്യങ്ങളാണുള്ളത്. സസ്യഭൂമിശാസ്ത്രം പ്ലാന്റ് ജിയോഗ്രഫി, ജന്തുഭൂമിശാസ്ത്രം സൂ ജിയോഗ്രഫി, ആവാസശാസ്ത്രം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എക്കോളജി അല്ലെങ്കിൽ എക്കോസിസ്റ്റം, പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്നിവയാണുള്ളത്. എൻവിയോൺമെൻ്റൽ ജിയോഗ്രഫി. ഭൂരൂപീകരണ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും അതിനോടനുബന്ധിച്ചുള്ള പ്രക്രിയകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഭൂരൂപീകരണ ശാസ്ത്രം, ജിയോമോർഫോളജി എന്ന് പറയുന്നത്. സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇക്കണോമിക് ജിയോഗ്രഫി. കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം, വാണിജ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ഭൂമിശാസ്ത്രം. ജലശാസ്ത്രം എന്ന് പറയുമ്പോൾ നദികളെയും കുളങ്ങളെയും തടാകങ്ങളെയും സമുദ്രങ്ങളെയും മറ്റു ജലാശയങ്ങളെയും ഒക്കെ ഉൾപ്പെട്ട് ഭൗമോപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യജീവിതത്തിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമുള്ള പഠനമാണ് ജലശാസ്ത്രം. മണ്ണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ സോയിൽ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ രൂപീകരണത്തെ പറ്റിയിട്ടും മണ്ണിൻ്റെ ഇനങ്ങളെ പറ്റിയിട്ടും മണ്ണിൻ്റെ വളക്കൂറുകൾ, വിതരണം, മണ്ണിൻ്റെ ഉപയോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് മണ്ണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ സമൂഹവും സമൂഹത്തിൻ്റെ ചലനാത്മകതയും സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് പോപ്പുലേഷൻ ജിയോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യ ഭൂമിശാസ്ത്രം. ജനസംഖ്യയുടെ വളർച്ച, വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, കുടിയേറ്റം, തൊഴിൽ ഘടന തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ജനസംഖ്യ ഭൂമിശാസ്ത്രം. വാസസ്ഥല ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ജിയോഗ്രഫി. നാഗരിക ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകളെ ഉൾപ്പെടുത്തുന്ന ഭൂമിശാസ്ത്ര ശാഖയാണ് വാസസ്ഥല ഭൂമിശാസ്ത്രം. ഇത്രയുമാണ് വിവിധതരം ജിയോഗ്രഫികളുള്ളത് അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര ശാഖകൾ ഉള്ളത്. അടുത്തൊരു ടോപ്പിക്ക് മേഖലാ സമീപനം. ലോകത്തെ പല മേഖലകളായി തിരിച്ച് അതിലെ ഓരോ മേഖലയുമായുള്ള ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രീതിയാണ് മേഖലാ സമീപനം. അതായത് ലോകത്തെ പല ഭാഗങ്ങളാക്കി തിരിക്കും. അതിലെ ഓരോ മേഖലയെയും കുറിച്ച് ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ചും അതിലുള്ള ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. അതാണ് മേഖലാ സമീപനം. മേഖലകൾ പ്രകൃതിയായിട്ടോ രാഷ്ട്രീയമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ആണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നിക്കെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതി പരമായിട്ടോ ആണ് ഈ മേഖലകളൊക്കെ നിശ്ചയിക്കുക. ഈ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് കാൾ റിട്ടർ ഒരു ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിരുന്നു. മേഖലാ സമീപനം കഴിഞ്ഞാൽ അടുത്തൊരു സമീപനമായിരുന്നു ദ്വൈത സമീപനം അല്ലെങ്കിൽ ഡ്യുവലിസം. ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷതയാണ് ദ്വൈത സമീപനം. ആരംഭകാലം മുതൽ തന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷതകളിലൊന്നായ ഭൂമിശാസ്ത്ര സമീപനമായിരുന്നു ദ്വൈത സമീപനം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷതകളിലൊന്നായിരുന്നു ഈ ദ്വൈത സമീപനം. ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ 2 എണ്ണമാണുള്ളത്. മേഖലാ സമീപനവും ദ്വൈത സമീപനവും. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ദ്വൈത സമീപനം. ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുതകളെ ആശ്രയിച്ചുള്ള സമീപനമായിരിക്കും ദ്വൈത സമീപനം എന്ന് പറയുന്നത്. അടുത്തത് ജോഗ്രഫീൻ്റെ ശാഖകൾ അല്ലെങ്കിൽ മേഖലാ സമീപന പ്രകാരം ജോഗ്രഫീൻ്റെ ശാസ്ത്ര ശാഖകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിന് 4 ശാഖകൾ ഉണ്ടെന്ന് പറയുന്നു. ഭൂപ്രദേശ പഠനം, റീജിയണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ്. ഓരോ ഭൂപ്രദേശത്തെയും കുറിച്ചുള്ള പഠനമുണ്ട്. പ്രാദേശിക ആസൂത്രണം, റീജിയണൽ പ്ലാനിങ്. ഓരോ പ്രദേശത്തിനുമുള്ള ആസൂത്രണം. പ്രാദേശിക വികസനം, ഓരോ പ്രദേശത്തിൻ്റെയും വികസനം. ഓരോ പ്രദേശത്തിൻ്റെയും വിശകലനം, അതായത് പ്രാദേശിക വിശകലനം എന്നിങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. ഭൂമിശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങൾ. ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ഫെറ്റ്നർ. ഭൗമോപരിതലത്തിലെ സഫലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് റിച്ചാർഡ്. മനുഷ്യ സമൂഹങ്ങളും ഭൗമോപരിതലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സമന്വയമായ മാനവിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് റാറ്റ്സൽ. മാനവിക ഭൂമിശാസ്ത്രം എന്നത് അശാന്തനായ മനുഷ്യനും അസ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് എലൻ സി സെബിൽ പറഞ്ഞു.
ഭൂമിയിലെ നിയമങ്ങളെക്കുറിച്ചും ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും അവയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സമന്വിത രൂപീകരണമാണെന്ന് പോൾ വിഡൽ ഡി. ഇനി 2 ആശയങ്ങളാണ് സത്യതാവാദവും നൈതികവാദവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.